ഇമാതിരി ഡീറ്റെയിലും കാണിച്ചാൽ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ ഈ സാധനമൊക്കെ വാങ്ങിച്ചു പോകും. 1989 1990s കാലഘട്ടത്തിൽ ഇറങ്ങിയ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ 80 സീരീസ് ആണ്, LC80 ആണ് ഈ മോഡൽ വരുന്നത്. 1:24 റേഷ്യോ ഡൈകാസ്റ്റ് മോഡലാണ്. നല്ല വെയിറ്റ് ഉണ്ട്, കിടിലം ബിൽഡ്. ഇതുപോലൊരു ബോക്സിൽ നല്ല സേഫ് ആയിട്ടാണ് എനിക്കിത് ഡെലിവേർഡ് ആയത്. ബാക്കിൽ ഇങ്ങനെ LC80യുടെയും FJ ലാൻഡ് ക്രൂയിസറിന്റെയും പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തോട്ട് നോക്കിയാൽ ടൊയോട്ട ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രോഡക്റ്റ് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ കാര്യം ടൊയോട്ട കയറി എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും നമുക്കിത് കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ്. 6+ ഇയേഴ്സ് ആണ്, അതുകൊണ്ട് ഏജ് ക്രൈറ്റീരിയ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി വണ്ടിയുടെ ഡീറ്റെയിലേക്ക് പോകാം. ഇത് മറ്റേ പുൾ ബാക്ക്, അതായത് പുറകിലോട്ട് വലിച്ചിട്ട് വിടുന്ന ആ ടൈപ്പ് വണ്ടിയാണ്. ബാറ്ററി 5 വോൾട്ടിന്റെ 3 കുഞ്ഞ് ബാറ്ററി ഇടുന്നുണ്ട്. താഴെ സൈഡിലായിട്ട് സ്വിച്ച് വരുന്നുണ്ട്. ആ സ്വിച്ചിൽ നമുക്ക് ഒന്ന് ഓൺ ആക്കിയാൽ ഇപ്പൊ തന്നെ ഒരു സൈഡിലോട്ട് ഓൺ ആക്കിയാൽ നമുക്ക് ഇങ്ങനെ ലൈറ്റ് ഫുള്ള് കത്തി കിടക്കും. ഫ്രണ്ടിൽ ഇത്രയും ലൈറ്റ്, ടോപ്പിൽ ഇത്രയും ലൈറ്റ്, പിന്നെ ടെയിൽ ലാമ്പും ഇങ്ങനെ കത്തി കിടക്കും. ഒന്നുകൂടെ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ പ്രസ് ചെയ്താൽ, ഫ്രണ്ട് ടയർ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ കേൾപ്പിച്ച ആ സൗണ്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. മുകളിൽ ഇങ്ങനെ 4 പെട്രോൾ ക്യാൻ ഇരിപ്പുണ്ട്. അത് നമുക്കിങ്ങനെ റിമൂവ് ഒക്കെ ചെയ്യാൻ പറ്റും, എടുത്തൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതിനകത്ത് ഇങ്ങനെ ടൊയോട്ടയുടെ ലോഗോ ഒക്കെ കൂടി അതിലിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ബോക്സ് ഇരിപ്പുണ്ട്. ആ ബോക്സിനകത്തും ടൊയോട്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് നമുക്കിത് തുറക്കാൻ പറ്റും. ഇങ്ങനെ തുറക്കാൻ പറ്റും. സാധനങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കണമെങ്കിൽ ഇട്ട് സൂക്ഷിക്കാം. അടുത്തത് അത് കൂടാതെ വേറൊരു സ്യൂട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ട്രോളി സ്യൂട്ട് കേസ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ ട്രോളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേണ്ട ആ സ്യൂട്ട് കേസ് നമുക്കിങ്ങനെ തുറക്കാൻ പറ്റും. ആ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ഒരു സർഫിംഗ് ബോർഡ് ഉണ്ട്, ഒത്തിരി പാടുവിട്ടാണ് ഞാനത് കുത്തിക്കേറ്റ് വെച്ചിട്ട് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും. അതും സെപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അത് കൂടാതെ റബ്ബർ ടയർ വരുന്നുണ്ട്. 4 ടയറിനും സെപ്പറേറ്റ് സസ്പെൻഷൻ വരുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ സെപ്പറേറ്റ് സസ്പെൻഷൻ. ഈ സൈഡിലെ റെയർ വ്യൂ മിററിലെല്ലാം നമുക്ക് മറ്റേ റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സ് ഒടിച്ചിട്ടുണ്ട്, മിറർ പോലെ യൂസ് ചെയ്യാം. പിന്നെ ഇനി ബാക്കിലത്തെ ഈ സ്റ്റെപ്പിനി ടയറിന്റെ ഇത് നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് സ്പ്ലിറ്റ് ഡോർ ആണ് ബൂട്ട് വരുന്നത് കേട്ടോ. അത് ഇതിങ്ങനെ മുകളിലത്തെ ആദ്യം തുറക്കാം, താഴത്തെ രണ്ടാമതും നമുക്ക് ഇത് ഇങ്ങനെ തുറക്കാം. അവിടെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതേണ്ട. ഇതൊരു സക്ഷൻ കപ്പ് പോലത്തെ സംഭവമാണ്. ഈ സാധനം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രണ്ട് ഡോറിന്റെ ഇവിടെ ഇങ്ങനെ അത് സക്ഷൻ ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രണ്ട് ഡോർ ഇങ്ങനെ തുറക്കാം. ഫ്രണ്ട് ഡോർ തുറന്നു, ബാക്കിലത്തെ ഡോർ തുറക്കാം. അപ്പോൾ എല്ലാ ഡോറും തുറന്നു. ഇനി നമുക്ക് ബോണറ്റ് തുറക്കാം. ബോണറ്റ് തുറക്കുമ്പോഴത്തേക്ക് വേണ്ടേ എഞ്ചിൻ ബേയുടെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഈ ഡാഷ്ബോർഡിനകത്ത് ഡീറ്റെയിലിംഗ്, സ്പീഡോമീറ്ററിനകത്ത് ഡീറ്റെയിലിംഗും എല്ലാം ഉഗ്രനാണ്, ഒരു രക്ഷയില്ല. AC വെന്റിന്റെ സ്വിച്ചസ്, കാര്യങ്ങൾ, ഗിയർ ലിവറുകൾ, 4 വീൽ ഡ്രൈവും തിരിച്ചു മാറ്റാനുമുള്ള ലിവർ, അല്ലാതെ ഗിയർ ലിവർ, സ്റ്റിയറിംഗ്. അതുപോലെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് നമുക്ക് തന്നെ പെട്രോൾ ഒഴിക്കുന്ന ലിഡ് തുറക്കാൻ പറ്റും. കണ്ടില്ലേ. ഇനി എന്നെ ശരിക്കും ഞെട്ടിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കേട്ടോ. അത് തുറന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗിന്റെ നടുക്ക് ഞെക്കിയാൽ കണ്ടില്ലേ, ആ ഹോൺ കേൾക്കുന്നതനുസരിച്ച് നമുക്ക് ഈ ലൈറ്റും കിടന്നു നോക്കണം. ഉണ്ടോ, പൊളിയല്ലേ. അപ്പോൾ ഇത് സംഭവം കിട്ടിയപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് എനിക്കൊന്ന് തോന്നി. ലിങ്ക് ഞാൻ എന്തായാലും കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.